സുഹൃത്തുക്കളെ, ശ്രീ ശശി തരൂർ കോൺഗ്രസ് പിടിച്ചിരിക്കുന്ന ഒരു പുലിവാലാണ്. പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തെ നിയന്ത്രിക്കുവാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ബലഹീനത വിളിച്ചറിയിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ബലഹീനത ഒരു ഭാഗത്തും, മറുഭാഗത്ത് സമർത്ഥന്മാരായ ചില വ്യക്തികളുടെ സാമർഥ്യവും ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിഭാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ അപകടങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അതിനാൽ ആ വിഷയം പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ശശി തരൂർ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നം ആദ്യമായി ഉണ്ടായതല്ല. കോൺഗ്രസ് എക്കാലത്തും പല അളവിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നമാണ് ഇത്. കാരണം ഒരു കുടുംബത്തിൻ്റെ ട്രസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആദർശങ്ങൾ ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്തുതിപാഠകരെ കൊണ്ട് വീർപ്പ് മുട്ടിക്കപ്പെടുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. ആ സാഹചര്യത്തിൽ അധികാരം ലഭ്യമാക്കുവാൻ വേണ്ടി, ജനങ്ങളെ ആശ പകരുവാൻ വേണ്ടി സമർത്ഥന്മാരായ ആളുകളെ ഓരോ കാലത്ത് ഓരോ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് കോൺഗ്രസ് പിന്തുടർന്നു പോരുന്നത്. എക്കാലത്തും അങ്ങനെയായിരുന്നു. സമർത്ഥന്മാരായ ആളുകളെ തൽക്കാലത്തേക്ക് ഉപയോഗിക്കുക, ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അവരെ ചണ്ടികളായി പുറത്താക്കുക. ഈ കാര്യത്തിൽ കോൺഗ്രസ് ഇതേവരെ വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത കാലത്ത് ഈ സമീപനത്തിൽ കോൺഗ്രസ്സിന് പരാജയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പരാജയം ശശി തരൂർ അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് മാത്രം. അടുത്ത കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഛത്തീസ്ഗറിൽ ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്ന അജിത് ജോഗിയെ ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തത്. പക്ഷേ അധികം താമസിക്കാതെ അജിത് ജോഗി കോൺഗ്രസിൻ്റെ ശത്രുവാകുകയും അതിനുശേഷം ആ സംസ്ഥാനം കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്തു. പഞ്ചാബിൻ്റെ ചരിത്രമാണ് ഏറ്റവും അടുത്ത മറ്റൊന്ന്. പഞ്ചാബിൽ അകാലിദളിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് എന്ന ഒരു വ്യക്തിയെ ഉപയോഗിച്ചു. കുറച്ചുനാൾ അദ്ദേഹത്തെ ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹത്തെ പുറന്തള്ളുവാൻ ശ്രമിച്ചു. ആ ശ്രമത്തോടുകൂടി കോൺഗ്രസും പൂർണ്ണമായും ആ സംസ്ഥാനത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ആന്ധ്രയിൽ രാജശേഖര റെഡ്ഡിയെ ഉപയോഗിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത് കുറച്ചുനാൾ അധികാരം കൈയാളി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ കോൺഗ്രസ് വിരുദ്ധനായി മാറുകയും കോൺഗ്രസ്സിന് ആ സംസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. ഗുജറാത്തിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും എല്ലാം തന്നെ ഇതുപോലെ ഓരോ കാലത്തേക്ക് താൽക്കാലികമായി ചില നേതാക്കന്മാരെ ആശ്രയിച്ച് അധികാരം പിടിച്ചെടുക്കുകയും അധികം താമസിക്കാതെ ആ നേതാക്കന്മാരും അധികാരവും നഷ്ടപ്പെടുകയും ചെയ്ത ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ശശി തരൂരിൽ എത്തിയിരിക്കുന്നത്. രാജീവ് ഗാന്ധി IASൽ നിന്നും രാജിവെപ്പിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നയാളാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹത്തെ ഒരു പ്രാദേശിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തിരോധാനത്തോടുകൂടി വലിയ ആഘാതം കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല. എന്നാൽ ശശി തരൂരിനെ ഉപയോഗിച്ചതിലൂടെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കുവാൻ ഭയമാണ്. അദ്ദേഹം
ഉയർത്തുന്ന വെല്ലുവിളികൾ അതിനോട് പ്രതികരിക്കുവാനുള്ള ശേഷി ഇല്ലാതായിരിക്കുകയാണ്. ഇത് കോൺഗ്രസിൻ്റെ എന്ന പാർട്ടിയുടെ ഒരു ദയനീയ അവസ്ഥയാണ് അനാവരണം ചെയ്യുന്നത് പ്രധാനമായും. അതോടൊപ്പം തന്നെ ശശി തരൂരിനെ പോലുള്ള സമർത്ഥന്മാരായ ആളുകളുടെ കഴിവിനെയും അനാവരണം ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയുടെ അടിസ്ഥാന കാരണം അത് ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കാത്ത ഒരു കുടുംബ ട്രസ്റ്റാണ്. ആ കുടുംബ ട്രസ്റ്റിൻ്റെ ചുറ്റിപ്പറ്റി അധികാരം ആഗ്രഹിക്കുന്ന സ്തുതിപാഠകന്മാർ ആണ് എന്നും കോൺഗ്രസ് ആശ്രയിക്കുന്ന ഒരു ശക്തി. പക്ഷേ ഈ സ്തുതിപാഠകന്മാർ യഥാർത്ഥമായ ശക്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കാലാകാലങ്ങളിൽ മറ്റ് കഴിവുള്ള ആളുകളെ ഉപയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു പിന്തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ചില നേതാക്കന്മാരെ ചില കാലങ്ങളിലേക്ക് ഉപയോഗിക്കാം, പക്ഷേ സമർത്ഥന്മാരായ ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി, കണ്ടെയ്ൻ ചെയ്യാനുള്ള ശേഷി കോൺഗ്രസിനില്ല. അതുകൊണ്ടാണ് സമർത്ഥന്മാരായ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിൽ വന്ന് നേതൃത്വത്തിലായതിനു ശേഷം കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയോ പുറത്തു പോവുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമർത്ഥന്മാരായ ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി കോൺഗ്രസിനില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള വൈകല്യം. ശശി തരൂര് ഏറ്റവും ഒടുവിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രശ്നം അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളായിരുന്നു, ഭരണഘടനാ ലംഘനങ്ങളായിരുന്നു, ജനാധിപത്യ ധ്വംസയായിരുന്നു. വാസ്തവത്തിൽ 50 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസ് ചരിത്രത്തിനോട് ചെയ്ത ഏറ്റവും ക്രൂരമായ പ്രവർത്തനം തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുവാൻ തയ്യാറല്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ വൈകല്യമാണ്. ഏത് വ്യക്തിയും രാഷ്ട്രീയ പാർട്ടികളും ഏത് പ്രസ്ഥാനങ്ങളും കാലം കഴിയുമ്പോൾ പണ്ട് ചെയ്ത തെറ്റുകൾ തെറ്റായി എന്ന് സമ്മതിക്കാറുണ്ട്. പോപ്പ് പോലും അടുത്ത കാലത്ത്, ഫ്രാൻസിസ് പോപ്പ്, തൻ്റെ പിൻഗാമികൾ ചെയ്ത തെറ്റുകളെല്ലാം തെറ്റാണെന്ന് സമ്മതിച്ച് അതിനോട് പരസ്യമായി ക്ഷമാപണം നടത്തുവാൻ തയ്യാറായി. പക്ഷേ ഏറ്റവും ക്രൂരമായ വിധ്വംസക ആയിരുന്ന അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെ സംബന്ധിച്ച് തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുവാൻ കോൺഗ്രസിന് കഴിയാതെ പോയി. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ഏറ്റവും ഒടുവിൽ എഴുതിയ ലേഖനത്തിൽ അടിയന്തരാവസ്ഥയെ വിമർശിച്ചതായതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ നിശബ്ദത പാലിക്കുകയല്ലാതെ പ്രതികരണശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുവാനുള്ള കാരണം ഈ പോരായ്മയാണ് എന്നതാണ് വസ്തുത. കോൺഗ്രസിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറയുമ്പോൾ ശശി തരൂരും പോരായ്മകളുണ്ട് എന്ന് കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹം സ്വന്തം നേട്ടം ലക്ഷ്യമാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് എന്നുള്ളതിന് സംശയമില്ല. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ മൻമോഹൻ സിംഗിന് ലഭിച്ചതുപോലെയുള്ള അംഗീകാരം നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റാണ്. കാരണം മൻമോഹൻ സിംഗിന് ലഭിച്ച അംഗീകാരം അതൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ പ്രായപൂർത്തിയാകാതിരുന്ന ഒരു കാലത്ത് മറ്റൊരാളിനെ കണ്ടെത്തി പ്രധാനമന്ത്രിയാക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിന് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചത്. അതേസമയം ഈ കുടുംബത്തിൽ കിരീടാവകാശികളായി 2 പേര് പ്രായപൂർത്തിയായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിനെ പോലെ തനിക്കും അംഗീകാരം ലഭിക്കും എന്ന് ശശി തരൂർ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിനുള്ള ഒരു വൈകല്യമായിരുന്നു, അല്ലെങ്കിൽ പോരായ്മയായിരുന്നു. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ വൈകല്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മൻമോഹൻ സിംഗ് ശശി തരൂർ ഈ പാർട്ടിയിൽ ചേർന്ന് MP ആയതും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതും ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുന്നു.
അപ്പോൾ കോൺഗ്രസിൻ്റെ വൈകല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതിൽ പ്രവർത്തിച്ച ഒരാൾ പഴയ വൈകല്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിലും ഒരു പോരായ്മയുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം. പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള വ്യക്തികൾ എന്നും സമൂഹത്തിലുണ്ടാകും. രാഷ്ട്രീയത്തിൽ അവരുടെ താല്പര്യങ്ങൾ നേടുവാനുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതുപോലെ കുടുംബ ആധിപത്യമുള്ള പാർട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സാണ് ഇതിന് മാതൃക കാണിച്ചത്. അതേ മാതൃക ഇന്ന് പല പാർട്ടികളും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ അവസ്ഥ നമ്മെ ഭീഷണിപ്പെടുത്തുന്നത്, നമ്മളെ ഭയപ്പെടുത്തേണ്ടത് കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ വൈകല്യങ്ങൾ ഒരു ഭാഗത്ത്, എന്നാൽ അതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അടിസ്ഥാനപരമായ വൈകല്യമുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ ഇല്ലാത്ത പാർട്ടികൾ സ്വാഭാവികമായിട്ടും സ്ഥാപിത താല്പര്യങ്ങൾ വളർത്തുവാൻ താല്പര്യമുള്ള വ്യക്തികളെ നേതൃത്വത്തിൽ കൊണ്ടുവരും. അത് കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടികളെ പുലിവാല് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ പാർട്ടികൾക്കുണ്ടാക്കുന്ന നഷ്ടത്തേക്കാൾ ഉപരിയായി നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ അപകടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രക്രിയ സംശുദ്ധം ആകുവാനുള്ള തരത്തിലുള്ള ചർച്ചകളും ചിന്തകളും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.